അസ്സലാമുഅലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ദേ ഇന്ന് നമ്മളൊരു കുട്ടി വ്ളോഗ് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ദേ ഉസ്മ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെവിടെ പോകാന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോവാണ്. അന്ന് നമ്മൾ കാണിച്ചുള്ളൂ. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോക്ടർ. അപ്പോൾ നമ്മൾ കാണിക്കാൻ വേണ്ടി പോവാണ്. സാധാരണ നമ്മൾ നല്ല നേരത്തെ പോകാറുണ്ട് കേട്ടോ, പെട്ടെന്ന് കാണിച്ച് വരാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ അപ്പോഴൊന്നും നമുക്ക് നേരത്തെ കാണിച്ചിട്ട് വരാൻ പറ്റാറില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് നേരം വൈകിട്ട് പോകാം. അങ്ങനെ നമ്മൾ 12 മണിക്കാട്ടോ ഇറങ്ങിയത് തന്നെ. നമ്മളെപ്പോഴും നേരത്തെ ആട്ടോ പോകാറ്, പക്ഷേ എപ്പോഴും നമ്മൾ നേരം വൈകിട്ടാണ് വരാറുള്ളത്. കാരണം ഡോക്ടർ നല്ല തിരക്കുള്ള ഒരു ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറിൻ്റെ മുന്നിൽ ഇത് ഒരു നീല സാധനം കറങ്ങുന്ന കാണുന്നുണ്ടോ? നല്ല ഭംഗിയിലെ കാണാൻ വേണ്ടിയിട്ട്. ഇത് വെയിലത്ത് മാത്രമേ കറങ്ങുള്ളൂ കേട്ടോ, രാത്രി കറങ്ങില്ല, രാവിലെ മാത്രമേ കറങ്ങുള്ളൂ. സോളാറിലാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വിചാരിച്ചു അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ നമുക്ക് 310 ടോക്കൺ നമ്പറാണ് കിട്ടിയത് ഗൈസ്. നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, 290 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാണിക്കാനല്ല, നമ്മൾ റിസപ്ഷനിൽ നമ്മൾ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്തോ സീലൊക്കെ അടിക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനുണ്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ 310 ഗായ്സ്. അങ്ങനെ ഉസ്മാൻ പോയിട്ട് കൗണ്ടറിൽ പോയിട്ട് സീലൊക്കെ വെച്ചു. എന്തോ അവർ പുതിയ പേപ്പറൊക്കെ വെച്ചിട്ട് അങ്ങനെ എന്തൊക്കെ പരിപാടിയുണ്ട്. അങ്ങനെ ഫീസും അടിച്ചു. എന്നിട്ട് നമ്മൾ പോവാണ്. ഉസ്മാൻ അവിടെ ചോദിക്കുകയാണ് 7 കൗണ്ടറിന്ന്. 7 കൗണ്ടർ. അങ്ങനെ നമ്മൾ കാണിക്കാൻ വേണ്ടി പോയപ്പോഴും അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഡോക്ടർ നമ്മൾ പോയ കറക്റ്റ് ടൈമിൽ ലേബർ റൂമിലേക്ക് പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് വരാമെന്ന് അങ്ങനെ ഫയൽ അവിടെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ചായ എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഇതൊക്കെ ഒരു ഓർമ്മയാണ്. കുറേ കാലം ഇവിടെ തന്നെ ആയിരുന്നല്ലോ. അങ്ങനെ നമ്മൾ കോഫിയും അതേപോലെ കടക്ക നിറച്ചതൊക്കെ കഴിച്ചു. പിന്നെ നമ്മളിത് അവിടെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ട് നമ്മളിവിടെ വീണ്ടും വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ലാസ്റ്റ് ഒരാളുണ്ടായിരുന്നു, അതിൻ്റെ തൊട്ട് ബാക്കിൽ മുന്നിലായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല പരിചയമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോയി സിസ്റ്റർ എന്നിട്ട് അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആയില്ല കേട്ടോ, കുറച്ചുകൂടി കഴിയൂട്ടോ, ആയില്ല കേട്ടോ, കുറച്ചുകൂടി കഴിയൂട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ കാണിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2-3 കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡ് കഴിക്കാനൊക്കെ നല്ല നേരം വൈകിയിരുന്നു, 6 മണിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ അയാനിക്കൊരു എന്താ പറയുക, ഗതയല്ലേ പറയുക, അങ്ങനത്തെ ഒരു സംഭവം ബലൂണിൻ്റെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡോക്ടർ എന്ത് പറഞ്ഞു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്, ഇനി 3 മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അത് അവിടെ വന്നിട്ടുണ്ട്. അയാൾക്ക് ഇഷ്ടമായി കേട്ടോ ആ സാധനം. അതിനുള്ളിൽ നിന്ന് ഒരു പീൻ്റെ സൗണ്ട്, പീ പീ പറഞ്ഞിട്ട് സൗണ്ട് ഉണ്ട്. അപ്പോൾ ഇവർ ഡാൻസ് കളിക്കുന്നത്. അപ്പം അയാനും കൂടെ കാലോണ്ടുള്ള പ്രത്യേക തരത്തിലുള്ള ഡാൻസ് കേട്ടോ. നല്ല ഖുഷിയാണ്. അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ.